മയ്യത്ത് നിസ്കാരം അതിൻ്റെ റൂഹ്, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതിലെ ദുആയാണ്. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചുള്ളൊരു സ്വകാര്യ ദുഃഖമാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. നമ്മളിൽ അങ്ങനത്തെവരുണ്ടാകാൻ പാടില്ല. മയ്യത്ത് നിസ്കാരത്തിന് ഏത് മക്കളും അതുപോലെ തന്നെ മറ്റു പലരും കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നുള്ള ഇമാമത്തൊന്ന് പറയും. എന്താ കാരണം എന്നറിയോ? ആ നിസ്കാരത്തിൽ ഉറക്കമൊന്നും പറയണ്ട. ഫാത്തിഹ ഓതനുണ്ട്, പ്രശ്നമൊന്നുമില്ല. ബാലപാഠം പഠിച്ചവർക്കൊക്കെ ഫാത്തിഹ അറിയാം. സ്വലാത്ത് ചെല്ലുന്നുണ്ട്, നമ്മുടെ നിസ്കാരത്തിൽ തശഹുദിൽ ചെല്ലുന്ന സ്വലാത്ത് ചെല്ലിയാൽ മതി. അത് രണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല മിക്ക ആളുകൾക്കും. മൂന്നാമത്തത് പ്രശ്നമാണ്. അല്ലാന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ക്ലാസ് പിരിഞ്ഞു പോയിട്ട് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം, എനിക്ക് ജനാസ നിസ്കരിക്കാൻ കൃത്യമായി ആ ദുആ പറയാൻ അറിയുമോ? ആണും ചിന്തിക്കണം, പെണ്ണും ചിന്തിക്കണം. അറിയുമോ? അള്ളാഹുവിനെ സ്തുതിക്കണം, നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം. അറിയില്ലേ? അടുത്ത നിമിഷം മുതൽ അത് പഠിക്കാൻ ആരംഭിക്കണം. അതിനു വേണ്ടി ഞാൻ അത് പറയണേ. നമ്മളെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അപ്പം ദുആന്റെ ബുക്ക് തിരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. അദ്കാറിന്റെ ആപ്പ് തിരഞ്ഞിട്ടും കാര്യമില്ല. അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നിർവഹിക്കാൻ കഴിയൂല. അവിടുന്ന് മരിച്ചിട്ട് പഠിക്കേണ്ടതല്ല. നമ്മളെ ബന്ധപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ട് പഠിക്കേണ്ടതല്ല ജനാസ നിസ്കാരത്തിലെ ദുആ. മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. ഞാനാവട്ടെ ആരാവട്ടെ, എൻ്റെ കുടുംബത്തിൽ ആരെപ്പോഴാണ് മരിക്കാൻ എനിക്കെന്താ ഗ്യാരണ്ടി? മറ്റുള്ളവർക്ക് എന്താ ഗ്യാരണ്ടി? അതങ്ങനെ എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവേണ്ടത്. അത് ഏറ്റെടുക്കാൻ ധൈര്യം വേണം. ഒരു വേള മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് പ്രവേശിക്കാൻ വരെ ധൈര്യം കാണിക്കണം. മുഴുവനായിട്ട് അറിയില്ലെങ്കിലും മറ്റുള്ളവർ കുളിപ്പിക്കുമ്പോൾ അതിൽ കയറാൻ ധൈര്യം കാണിക്കണം. എൻ്റെ വാപ്പനെയാണ് കുളിപ്പിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഉമ്മനെയാണ് കുളിപ്പിക്കണം. അവിടെ ഞാൻ ഉണ്ടാവണം. മറ്റുള്ളവരുണ്ടായിക്കോട്ടെ, പരിചയമുള്ളവരുണ്ടായിക്കോട്ടെ. ഒറ്റയ്ക്ക് എനിക്ക് പരിചയമില്ല, ധൈര്യമില്ല. എന്നാലും മൂന്നാളുണ്ടോ, നാലാമനായി നിങ്ങൾക്ക് കയറണം. നമ്മളെ ബാപ്പനെ, നമ്മളെ അമ്മനെ, നമ്മളെ ബന്ധപ്പെട്ടവരെ അവസാനമായി അണിയിച്ചൊരുക്കി പറഞ്ഞയക്കുന്ന, എന്നൊന്നും ജീവിതത്തിൽ മരണം വരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രമാണത്. അപ്പം അതൊക്കെ വലിയ കാര്യങ്ങളാണ് ജനാസയുമായി ബന്ധപ്പെട്ടത്. അപ്പം ജനാസ നിസ്കാരത്തെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല. നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു മൂലൊക്കെ കിടന്നു കരഞ്ഞു, നിന്ന് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, മാഫി ഫായിദ, അവിടെ ഒന്നും കാര്യമില്ല. അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ധൈര്യസമേതം ചെയ്യാൻ. ഖബറിലിറങ്ങാൻ ചാൻസ് കിട്ടോ? ഖബറിലിറങ്ങണം. പരിചയമുള്ളവർ ഇറങ്ങിക്കോട്ടെ, കൂടെ നമ്മൾ ഇറങ്ങാം. ഒരു തലക്ക മയ്യത്ത് പിടിക്കാൻ ഞാനും ഇറങ്ങാം. അതൊക്കെ ശീലിക്കണം ഈ ഉമ്മത്ത്. ശീലിക്കണം, ധൈര്യം കാണിക്കണം. അവിടെ ഒന്നും നമ്മൾ വിട്ടുമാറി നിൽക്കരുത്. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കയറിച്ചിടുന്ന അതൊക്കെ കിട്ടുന്ന അവസാന ചാൻസാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വേറെ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞ ഈ കാര്യം. ജനാസ നിസ്കാരം ഓരോരുത്തരും ചോദിക്കുക. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ ദുആ സഹാബത്ത് പറയാണ്. അത് ഞങ്ങളിങ്ങനെ കേട്ടപ്പോ അള്ളാഹിന്റെ റസൂല് ആ ജനാസക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് സഹാബത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉറക്ക നബി അതിങ്ങനെ ദുആ ചെയ്തു എന്നാണ് ചരിത്രത്തിൽ. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബിമാര് പറയണേ, എന്താ പറഞ്ഞറിയോ? ആ കിടക്കണ മയ്യത്ത് ഞാനായെങ്കിൽ ഞാൻ കൊതിച്ചു പോയിന്ന് അള്ളാഹിന്റെ റസൂലിന്റെ ആ ദുആ കേട്ടിട്ട്. അങ്ങനത്തെ മുത്ത് ആശയങ്ങൾ അടങ്ങിയ സുപ്രധാനമായ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്? അത് അർത്ഥമറിഞ്ഞ് ഒരു ജനാസക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കറിയാം? ഒരു പ്രത്യേകമായ 4 വാചകങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ജുബൈരിയ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞിട്ടുണ്ട്, അതേ ഇതുവരെ ചൊല്ലിയ ദിക്റുകളെക്കാളെല്ലാം, നീ പറഞ്ഞ ഈ ദിക്റുകളെക്കാളെല്ലാം, ഫജറിന്റെ ശേഷം ചൊല്ലി വരുന്ന ദിക്റുകളെക്കാളെല്ലാം അത്യുന്നതമായ പദവി ലഭിക്കാൻ പോകുന്ന വലിയ പ്രത്യേകതകളുള്ള ഒരു ദിക്ർ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ടതാ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ലോകത്തിന്റെ മുമ്പിൽ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതേ അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു, സർവസ്തുതികളും അവന് സമർപ്പിക്കുന്നതോടൊപ്പം അവനെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന അർത്ഥമുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതിന്റെ എണ്ണ എത്രയാണ് പറഞ്ഞത്? അദദ ഖൽഖിഹി, ഞാൻ എത്രത്തോളം എന്റെ റബ്ബിനെ സ്തുതിക്കുന്നു, പ്രകീർത്തിക്കുന്നു. അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന്റെ അത്ര. അള്ളാന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന് കണക്കുണ്ടോ? അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന്റെ അത്ര. വരിളാ നഫ്സിഹി, അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ മനസ്സിന്റെ തൃപ്തിയുടെ അത്ര. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ വാത്സല്യം, അള്ളാഹുവിന്റെ അനുകമ്പ, അതൊക്കെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര വിപുലമാണല്ലോ. അത്രത്തോളം ഞാൻ അവനെ വാഴ്ത്തുന്നു. വസിനത അർശിഹി, അത്യുന്നതമായ അവന്റെ അർശിന്റെ ഭാരത്തോളം. അതിന്റെ ഭാരം എത്രയാണെന്ന് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. എത്രത്തോളം വിശാലമാണത് എന്ന് നമുക്കറിയില്ല.
അതിന്റെ തൂക്കത്തോളം ഞാൻ അവനെ പ്രകീർത്തിക്കുന്നു. വമിദാദ കലിമാതിഹി, അവന്റെ കലിമത്തുകൾ എഴുതാൻ. റബ്ബിന്റെ കലിമത്തുകൾ അതാ എന്താണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്. ഈ ലോകത്തുള്ള സമുദ്രങ്ങളെല്ലാം കൂടി മഷിയായി മാറിയാലും, ഇവിടെയുള്ള വൃക്ഷങ്ങൾ മുഴുവനും പേനയാക്കി മാറ്റിയാലും, ആ കലിമത്തുകൾ എഴുതാൻ ആവശ്യമായ മഷി എത്ര വേണോ അതിന്റെ അളവ് അറിയില്ലല്ലോ. അതിനേക്കാളും അപ്പുറം ഞാൻ അവനെ സ്തുതിക്കുന്നു. ഇത് പറയണം. ഇതെല്ലാം ഫജ്ർ നിസ്കാരത്തിന്റെ ശേഷവും ഇത് പറയാതെ എഴുന്നേൽക്കരുത്. എന്ത് തിരക്കുണ്ടെങ്കിലും എഴുന്നേൽക്കരുത്. എല്ലാവരും പഠിച്ചു വെക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതെല്ലാവർക്കും അറിയാലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ആണും പെണ്ണും ആരും എന്ത് തിരക്കുണ്ടെങ്കിലും അതെങ്കിലും പറഞ്ഞിട്ട് എഴുന്നേറ്റാ മതി. സഹോദരങ്ങളെ, കുളിയുടെ മസലകൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നഗ്നനായി കുളിക്കാൻ പാടുണ്ടോ? നഗ്നനായി കുളിക്കാൻ പാടുണ്ടോ? ഇസ്ലാമികമായി ഒരാൾ തന്റെ നഗ്നത ഒരാൾ കാണുന്നിടത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ്, സംശയമില്ല. തന്റെ നഗ്നത ഒരാൾക്ക് കാണാൻ പൊടിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് ഹറാമാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ നഗ്നത വെളിപ്പെടുത്താനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീർ, അല്ലാഹു ലജ്ജയുള്ളവനാണ്, അവൻ മറവ് സ്വീകരിക്കുന്നവനാണ്. യുഹിബ്ബുൽ ഹയാ, അവൻ ലജ്ജ അവന് ഇഷ്ടമാണ്. വത്തസത്തുറ, മറ സ്വീകരിക്കലും. അതുകൊണ്ട് ഫൈദഗതസലഅഹദുക്കും, നിങ്ങളിൽ ഒരാൾ കുളിക്കുകയാണെങ്കിൽ ഫൽയസ്തതിർ ബിശൈഇൻ, വല്ലതും കൊണ്ട് അവൻ മറ സ്വീകരിക്കട്ടെ. ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ കുളിക്കാൻ പാടില്ല. പരസ്യമായിട്ട് ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ അവന്റെ ഔറത്ത് വെളിവാക്കുന്ന നിലക്ക് അവൻ അങ്ങനെ കുളിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ ഒരാളൊരു മറയിലാണ് കുളിക്കുന്നത്. ആ അവസരത്തിൽ അദ്ദേഹം ഒരു പ്രത്യേകമായി മുണ്ടെടുത്ത് കുളിക്കൽ നിർബന്ധമുണ്ടോ? അഥവാ അയാൾക്ക് പരിപൂർണമായി നഗ്നനായി അയാളുടെ, നമ്മളിപ്പോൾ ഇന്ന് സ്വാഭാവികം ഇന്ന് അങ്ങനെയാണല്ലോ, ഇന്ന് ഓരോരുത്തരും ഓരോരോ ടോയ്ലറ്റുകൾ ബാത്റൂമുകളിലാണ് കുളിക്കുന്നത്. അപ്പൊ അയാള് ഉടുമുണ്ടോ വല്ലതും ഉടുക്കൽ അയാൾക്ക് നിർബന്ധമുണ്ടോ? എന്താണ് അതിന്റെ മസ്അല? അയാൾക്ക് നഗ്നനായി കുളിക്കുന്നത് തെറ്റാണോ? ആ വിഷയത്തിൽ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായത്തിന് അദ്ദേഹം നൽകിയ തലക്കെട്ട് തന്നെ എന്താണ്? ബാബു മൻ ഇഗ്തസല ഉരിയാനൻ വഹ്ദഹു ഫിൽ ഖൽവ വമൻ തസത്തറ ഫസ്സിത്റു അഫ്ളൽ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്നു. എന്താണ് ആ ഹെഡിങ്ങിന്റെ അർത്ഥം? മൻ ഇഗ്തസല, കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഉരിയാനൻ, നഗ്നനായിട്ട്, ഒന്നുമില്ല. വഹ്ദഹു, അയാൾ ഒറ്റക്കാണ്. ഫിൽ ഖൽവ, ആരുമില്ല. ഖൽവത്തിൽ ഒറ്റയ്ക്ക് അദ്ദേഹം ഒരാൾ നഗ്നനായി കുളിക്കുകയാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ലാന്ന്, അത് തെറ്റോ കുറ്റമോ അല്ല. എന്നാൽ ഒരാള് ഒരു മുണ്ട് മറ സ്വീകരിക്കുന്നവരിൽ ഉടുക്കുന്നുവെങ്കിൽ അങ്ങനെ സ്വീകരിക്കലാണ് അയാൾക്ക് ഏറ്റവും ഉത്തമം. തെറ്റൊന്നുമില്ല. ഒരാൾ നഗ്നനായി കുളിച്ചാൽ ഒരു ഉത്തമത്തിനെതിരെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ മേൽ എന്തില്ല? തെറ്റോ കുറ്റമോ ഒന്നും ഇല്ല. ഉത്തമമാണ് എന്നുള്ളതിനുള്ള തെളിവെന്താ? മുആവിയത്ത് ബിൻ ഹൈദ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഔറാത്തുന, ഞങ്ങളുടെ ഔറത്തുകൾ, നഗ്നഭാഗങ്ങൾ, മാ നഅതി മിൻഹാ വമാ നദർ, എന്തൊക്കെ ഞങ്ങൾ സൂക്ഷിക്കണം, എന്തൊക്കെ ഞങ്ങൾ ഒഴിവാക്കണം, ഏതിലൊക്കെ ഞങ്ങൾ അതിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഹ്ഫദ് ഔറതക്, നിന്റെ നഗ്നതയെ നീ സൂക്ഷിക്കണം. ഇല്ലാ മിൻ സൗജിക ഔ മാ മലക്കത് യമീനുക, നിന്റെ ഇണയിൽ നിന്ന് ഒഴികെ എല്ലാവരിൽ നിന്നും നിന്റെ നഗ്നത നീ മറക്കണം. ഇണയുടെ മുമ്പിൽ നിനക്കത് പ്രശ്നമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ സഹാബിയുടെ ചോദ്യം വീണ്ടും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഹദുനാ ഇദാ കാന ഖാലിയൻ, ഒറ്റക്കാണെങ്കിലോ, വേറെ ആരുമില്ല, ഒറ്റക്കൊരിടത്താണെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞു, അല്ലാഹു അഹഖു അൻ നസ്തഹി മിൻഹു മിനൻ നാസ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ നീ ലജ്ജിക്കലാണ് നല്ലത്. ഒറ്റക്കാണെങ്കിലും ഔറത്ത് മറക്കൽ തന്നെയാണ് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഖാലൽ ഉലമാ, ഇവയെ സംബന്ധിച്ചൊക്കെ പഠനം നടത്തി ചർച്ച ചെയ്ത ഉലമാ, പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, والتستر بمئزر ونحوه في حال الاغتسال في الخلوة أفضل من التكشف. പൂർണ്ണ നഗ്നനായി നീ
കുളിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഉത്തമം എന്ത് തന്നെയാണ് ഒരരയുടുപ്പൊക്കെ ചുറ്റിയിട്ട് അങ്ങനെ കുളിക്കൽ തന്നെയാണ് നല്ലത്. എന്നാൽ കുളിയുടെ അവസരത്തിൽ നിനക്ക് നഗ്നനായി കുളിക്കുന്നത് ഒരു തെറ്റല്ല, ഒരു കുറ്റമല്ല, അങ്ങനെ ചെയ്യാം. എന്നാൽ ഇങ്ങനെ മറച്ചുകൊണ്ട് കുളിക്കലാണ് ഉത്തമം എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അനുവദനീയമായൊരു സംഗതിയാണ്. അതിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണ്, നബിയേ, നിസ്കാരത്തിൽ ദുആ ഇറക്കാൻ പറ്റിയ ഒരു ദുആ എനിക്ക് തങ്ങൾ പഠിപ്പിച്ചു തരണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. അതുപോലെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊക്കെ മനഃപ്പാഠമാക്കി നമ്മുടെ നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ പറയേണ്ടുന്ന ഒരു തൗബയുടെ വാചകമാണ്. അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇതൊക്കെ നമ്മൾ അധികരിപ്പിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. ഒരിക്കൽ അവിടുത്തെ സമീപത്തേക്ക് ഒരു സഹാബി കയറി വരികയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നാളുകളേറെയായി ശരീരത്തിൽ ഒരു വേദന വിടാതെ നിൽക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ എന്ന് കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വീകരിച്ച രീതി എന്താണ്? അവിടുന്ന് ആ സഹാബിക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്, നിന്റെ കൈ നീ വെക്കുക, അലല്ലദീ തഅലമു മിൻ ജസദിക, നിന്റെ ബോഡിയിൽ വേദനയുള്ള ഭാഗത്ത് നിന്റെ കൈ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് നീ 3 തവണ പറയണം. പിന്നീട് അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു എന്ന് 7 തവണയും പറയണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഒരു മന്ത്രമാണ്, ആ ഒരു പ്രാർത്ഥനയാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. വളരെ കൃത്യമായി അവൻ ഏറ്റവും ഒരു അടിമയോട് അടുക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരാണ് നമ്മൾ സുജൂദിൽ കിടക്കുമ്പോൾ. അപ്പൊ നമ്മൾ സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കണം, സുജൂദിൽ ദുആ അധികരിപ്പിക്കണം. ചില ആളുകൾ കാണാം പ്രാർത്ഥിക്കാൻ വേണ്ടി സുജൂദിൽ കിടക്കുന്നത്. അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാം, നിസ്കാരമൊന്നുമില്ല, നിസ്കാരമൊക്കെ കഴിഞ്ഞു, പിന്നെ കാണാൻ ഇങ്ങനെ വെറുതെ സുജൂദിൽ കിടന്നിട്ട് അയാൾ നീറ്റ് പോണു. അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സുജൂദിൽ കിടന്നത്. അതെന്താ? സുജൂദിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കണ നേരാണെന്ന് പറഞ്ഞിട്ട് അത് തെറ്റിദ്ധാരണയാണ്. സുജൂദാകുന്നത് എപ്പോഴാണ്? അള്ളാന്റെ റസൂൽ നിർദ്ദേശിക്കുന്ന നിസ്കാരത്തിലൂടെയോ അതല്ലെങ്കിൽ അവിടുന്ന് കൽപ്പിച്ച സുജൂദായിട്ട് നിർവഹിക്കുമ്പോഴോ ആണ്. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സുജൂദിന്റെ കോലത്തിൽ കിടന്ന് പ്രാർത്ഥിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു സുജൂദില്ല. ദീനിലുള്ള മുസീബത്ത് മനുഷ്യന്റെ ഇഹവും പരവും ബാത്തിലാക്കി കളയും. 2 ലോകത്തും അവന് കനത്ത നഷ്ടം വരുത്തി വെക്കുന്ന മുസീബത്താണ് ദീനിൽ ബാധിക്കുന്ന മുസീബത്ത്. ദുനിയാവിൽ ബാധിക്കുന്ന മുസീബത്തുകൾ കൊണ്ട് വിശ്വാസികൾ സ്വർഗം നേടും, അവിശ്വാസികൾ നരകത്തിന്റെ അവകാശികളുമാകും. അതേ അവസരത്തിൽ ദീനിൽ മുസീബത്ത് ബാധിച്ചാൽ അത് പരലോകത്ത് ശാശ്വത നരകത്തിയിലേക്ക് നമ്മെ തള്ളിവിടുക എന്ന മഹാദുരന്തത്തിലേ ചെന്നവസാനിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ ഏതൊരു സദസ്സിനെയും അത് ഓർമ്മപ്പെടുത്തുമാറ് പ്രാർത്ഥനയുടെ വാചകങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിൽ നീ മുസീബത്തുണ്ടാക്കരുതേ എന്ന്. വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, സഹിക്കാനാവാത്തത് തരരുത് റബ്ബേ, സഹിക്കാനാവാത്തത് വഹിപ്പിക്കരുതേ, ഞങ്ങളെ കൊണ്ട് ഏറ്റാൻ കഴിയാത്ത ഭാരം തരരുത് റബ്ബേ. അതൊരു വല്ലാത്ത ദുആയാണ്. മനസ്സറിഞ്ഞു പറയണം. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക കെടുതികൾ വരാം, ശാരീരിക രോഗങ്ങൾ വരാം, മാനസികമായ ആഘാതങ്ങൾ ഇവയിലൂടെയൊക്കെ സംഭവിക്കാം. കുടുംബത്തിലെ പ്രതിസന്ധികൾ വരാം, ഒരു രാജ്യത്തിന്റെ പ്രതിസന്ധികൾ വരാം, ആദർശ രംഗത്തുള്ള വെല്ലുവിളികൾ വരാം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന നിലക്കുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ മനസ്സിന്റെ കൺട്രോൾ തെറ്റാതെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തും അതിനുള്ള ഒരു പവറുമാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. യാദൽ ജലാലി വൽ ഇക്റാം, ദിക്റുകളും ദുആകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയിൽ
ഉറങ്ങാൻ നേരത്ത് നിർവഹിക്കേണ്ടുന്ന ആയത്തുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൂറത്തുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 സൂറത്തുകൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. മറ്റൊന്ന് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 അധ്യായങ്ങളെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ, കാന ഇദാ അവാ ഇലാ ഫിറാശിഹി, അവിടുന്ന് ഉറങ്ങുവാനുള്ള വിരിപ്പിലേക്ക് അഭയം പ്രാപിച്ചാൽ, ഉറങ്ങാനുള്ള വിരിപ്പിലേക്ക് ചെന്ന് ചേർന്നാൽ, കുല്ല ലൈലത്തിൻ, അടിവരയിടുക, എല്ലാവരും നോട്ട് ചെയ്യുക, കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഇത് പതിവാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം അത് ചെയ്യാതെ നബി തങ്ങൾ ഉറങ്ങാറില്ല, നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ രാത്രിയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു. എന്തു ചെയ്യും? ജമഅ കഫൈഹി, അവിടുത്തെ 2 മുൻകൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിക്കും, 2 കൈകളും ഇങ്ങനെ ചേർത്ത് വെക്കും. സുമ്മ നഫസ ഫീഹിമാ, എന്നിട്ട് അതിൽ ഊതുന്നതാണ്, അവ രണ്ടിലും ഊതും. ഫഖറഅ, ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ട്. എന്താണ് പാരായണം ചെയ്യുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പാരായണം ചെയ്യും. എന്നിട്ടോ സുമ്മ യംസഹു ബിഹിമാ, എന്നിട്ട് ആ 2 കൈകളും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവും. മസ്തതാഅ മിൻ ജസദിഹി, ശരീരത്തിൽ നിന്ന് എവിടെയൊക്കെ ആ കൈ കൊണ്ട് തടവാൻ പറ്റുമോ അവിടെ മുഴുവനും തടവും. ആരംഭം എവിടം കൊണ്ടായിരിക്കണം? യബ്ദഉ ബിഹിമാ, ആ 2 കൈകൾ കൊണ്ടും തടവൽ അവിടുന്ന് ആരംഭിച്ചിരുന്നത് അലാ റഅസിഹി, തന്റെ തല മുതൽ തുടങ്ങും. വവജ്ഹിഹി, പിന്നെ മുഖത്ത്. പിന്നെ വമാ അഖ്ബല മിൻ ജസദിഹി, തന്റെ ശരീരത്തിൽ നിന്ന് മുന്നിട്ട് വരുന്ന ഏതെല്ലാം ഭാഗങ്ങളിൽ അവിടുത്തേക്ക് തടവാൻ കഴിയുമോ അവിടെയൊക്കെ അവിടുന്ന് തടവാറുണ്ട്. യഫ്അലു ദാലിക, അപ്രകാരം നബി തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. സലാസ മറാത്തിൻ, 3 തവണ. വളരെ ക്ലിയറാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. വളരെ ശ്രദ്ധാപൂർവം നമ്മളൊക്കെ നിർവഹിക്കേണ്ടുന്ന, കാവൽ തേടുന്ന അധ്യായമാണത്. ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഒന്ന്, എല്ലാ രാത്രിയിലും അവിടുന്ന് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മുടങ്ങരുത്. രണ്ടാമത്തെ കാര്യം, 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട്. ഈ ഹദീസിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം നോക്കുകയാണെങ്കിൽ ആദ്യം അതിൽ ഊതി എന്നിട്ട് പാരായണം ചെയ്തു എന്ന ധ്വനിയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. ആദ്യം ഊതുകയാണോ അതോ ഓതിയിട്ട് ഊതുകയാണോ ചെയ്യേണ്ടത്? 2 അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. എന്നാൽ പല പണ്ഡിതന്മാരും പറഞ്ഞത് ആ വിഷയത്തിൽ കാര്യം വളരെ വാസിയാണ്, അതിൽ തർക്കിക്കേണ്ടതില്ല, അതിലൊരു കടുംപിടുത്തൊന്നും ആവശ്യമില്ല. ഏത് വിധത്തിലുമാകാം. ഊതിയിട്ട് ഓതാം, ഓതിയിട്ട് ഊതാം, രണ്ടും ചെയ്യാം. 2ആയിരുന്നാലും കുഴപ്പമില്ല. പല പണ്ഡിതന്മാരും എന്ത് ചെയ്യുകയാണ്, അവർ പറയുന്നത് ആദ്യം ഓതുകയാണ് വേണ്ടത്, പിന്നീട് ഊതുക. കാരണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആ തുപ്പിനീരിന്റെ ഏതെങ്കിലും അംശങ്ങളാണല്ലോ കൈകളിലേക്ക് ഊത്തിലൂടെ വരുന്നത് എന്ന് പറഞ്ഞ ആ ന്യായം പറഞ്ഞവരുണ്ട്. എന്നാൽ ആദ്യം ഊതുകയാണ് വേണ്ടത്. സിഹറൊക്കെ ചെയ്യുന്ന ആളുകൾ കെട്ടുകളിട്ട് അവർക്ക് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവർ പിന്നെയാണ് ഊതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടെതിരാകാൻ വേണ്ടി ആദ്യം ഊത്ത് നടത്തിയിട്ട് പിന്നെ ഓതിയതാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. അതൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എന്തായിരുന്നാലും 2ൽ ഏത് രീതിയും സ്വീകരിക്കാം. സഹോദരങ്ങളെ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇനി ഒരാൾക്കൊരു ഡൗട്ട് ഉണ്ടാവേണ്ടതില്ല. 2 കൈകളും ചേർക്കുക. എന്നിട്ട് നിങ്ങൾ ഈ 3 സൂറത്തും ആദ്യമാണ് പാരായണം ചെയ്യുക. എന്നിട്ട് ഊതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആ കൈകൾ കൊണ്ട് തലയിലും മുഖത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? തടവാം. 1 തവണയായി. 2ാം തവണയും അപ്രകാരം തന്നെ ചെയ്യുന്നു, തടവുന്നു. 3ാം തവണയും അപ്രകാരം തന്നെ കൈകൾ ചേർത്ത് പിടിക്കുന്നു, ആ വിധത്തിൽ നിർവഹിക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് 3 തവണ നിർവഹിച്ചു. എന്താണ് ഇതിലുള്ളൊരു പ്രത്യേകത? ഇത് തഅവ്വുദാണ്, വല്ലാത്തൊരു കാവൽ തേട്ടമാണ്. മനുഷ്യനുള്ള ഏറ്റവും വലിയ ഒരു സുരക്ഷ, ഏറ്റവും സുരക്ഷയ്ക്ക് പറ്റിയ
രൂപത്തിലുള്ള അധ്യായങ്ങളാണിത്. അവന്റെ ഉറക്കിൽ അവന് ഇഷ്ടമില്ലാത്തത്, ദുസ്വപ്നങ്ങള്, പേടിപ്പെടുത്തുന്ന കാഴ്ചകള്, അതേപോലെ തന്നെ ഉപദ്രവിക്കാവുന്ന ജീവികൾ. മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പ്രവാസ ലോകത്തൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേ അവസരത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ പല ഇഴജന്തുക്കൾ കയറി വരാം, പാമ്പ് വരെ കയറി വരാം, തേള് വരാം, മറ്റ് വിഷജീവികൾ വരാം. അതേപോലെ തന്നെ എവിടെയാണെങ്കിലും, ഇനി പ്രവാസ ലോകത്താണെങ്കിലും അല്ലെങ്കിലൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെല്ലാം ആപത്തുകൾ സംഭവിക്കാം. എത്രയോ ആളുകളുടെ ഉറക്കത്തിൽ പല വിധത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ട് അവർ മരണപ്പെട്ടവരുണ്ട്. തീപിടിച്ച് ശ്വാസം മുട്ടി മരണപ്പെട്ട ആളുകളുണ്ട്. പല വിധത്തിലുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ അവരുടെ മേൽ തകർന്നു വീണുകൊണ്ട് മരണം സംഭവിക്കുന്ന ആളുകളുണ്ട്. പല വിധത്തിൽ ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് ഉപദ്രവങ്ങൾ വരിക എന്ന് പറയാൻ കഴിയൂല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണർന്നിരിക്കുന്ന അവസ്ഥ പോലെയല്ലല്ലോ. ഉണർന്നിരിക്കുമ്പോൾ ഏത് വിധത്തിലുള്ള അവനെതിരെ വരുന്ന ഏത് ദ്രോഹങ്ങളെയും ഒരു വേള അവന് തടയുവാൻ സാധിക്കുമല്ലോ. ഇതങ്ങനെയല്ലല്ലോ. അവൻ ഉറങ്ങിക്കിടക്കുന്ന അവസരല്ലേ. റബ്ബിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനും കാവലും തന്നെ വേണം. അതുകൊണ്ട് തന്നെ മുടങ്ങാതെ നമ്മൾ എല്ലാവരും ഇത് നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ രാത്രിയിലും ഇത് ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ചെയ്യാൻ കഴിയാത്തത്ര രോഗിയായ അവസരത്തിൽ നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്, ഫലമ്മസ്തകാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ രോഗിയായ വേളയിൽ കാന യഅ്മുറു, അവിടുന്ന് കൽപ്പിക്കാറ് പതിവുണ്ടായിരുന്നു, അൻ അഫ്അല ദാലിക ബിഹി, നബിക്ക് ഞാനത് ചെയ്തു കൊടുക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഞാനത് ചെയ്തു കൊടുക്കാൻ എന്നോട് കൽപ്പിച്ചിരുന്നു എന്നാണ്. അപ്പൊ അത്രയും ആരോഗ്യം നബിതങ്ങൾക്ക് സ്വന്തമായിട്ടത് പാരായണം ചെയ്യാനുള്ള ഒരു, അങ്ങനെ നാവ് ചലിപ്പിച്ച് പാരായണം ചെയ്യാനുള്ള ഒരു ആരോഗ്യം നഷ്ടപ്പെട്ട വേളയിൽ പോലും അല്ലാഹുവിന്റെ റസൂല് അപ്രകാരം ചെയ്യാൻ ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾ നോക്കൂ. നമ്മുടെ ഉമ്മ അത് വിശദീകരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രോഗം, ഏത് രോഗം, ഫീ മറളിഹിൽ ലദീ ഖുബിള ഫീഹി, അവിടുന്ന് വഫാത്തായ രോഗം, അവിടുന്ന് വഫാത്തായ രോഗത്തിൽ പോലും ബിൽ മുഅവ്വദാതി, ഈ 3 അധ്യായങ്ങളും ഓതിയിട്ട് അവിടുന്ന് റബ്ബിനോട് കാവൽ തേടിയിരുന്നു. ഫലമ്മാ സഖുല, ആ മരണത്തിന്റെ രോഗത്തിലും വല്ലാത്തൊരു പ്രയാസത്തിന്റെ ഘട്ടമെത്തിയപ്പോൾ, അഥവാ ഇത് ചൊല്ലാനുള്ള ആരോഗ്യം പോലും നഷ്ടപ്പെട്ടപ്പോൾ, കുന്തു അന അൻഫുസു അലൈഹി ബിഹിന്ന, ഈ 3 അധ്യായങ്ങളും നബി തങ്ങൾക്ക് പാരായണം ചെയ്തു കൊടുത്തിരുന്നത് ഞാനായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ അവിടുത്തെ കൈകളിൽ ഊതും. എന്നിട്ട് എന്തു ചെയ്യും? ഫംസഹു ബിയദി നഫ്സിഹി ലിബറകതിഹാ, നബിതങ്ങളുടെ തടവൽ ഞാൻ നബിതങ്ങളുടെ കൈ കൊണ്ട് തന്നെ തടവും, അള്ളാന്റെ റസൂലിന്റെ കൈ കൊണ്ട് തന്നെ തടവും. ആയിഷമ്മ ബീവിയ പാരായണം ചെയ്യുന്നത് ഊതുന്നതൊക്കെ, പക്ഷെ തടവുന്നത് ആരുടെ കൈ കൊണ്ടാ? റസൂലുള്ളാഹിയുടെ കയ്യിലാ ഊതുന്നത്, നബിതങ്ങളുടെ കയ്യാ തടവുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾക്കുള്ള ബറക്കത്ത് അത് അള്ളാഹു പ്രത്യേകമായി നൽകിയിട്ടുള്ള, നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്താണ്. ആ ബറക്കത്ത് നബിതങ്ങൾക്കല്ലാതെ മറ്റാർക്കുമില്ല. അവിടുത്തെ സഹാബിമാരിൽ മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പോലുമില്ല. അതുകൊണ്ടാണ് ആയിഷമ്മ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നത്? ഓതലും ഊതലൊക്കെ ചെയ്തിട്ട് ആ കൈ കൊണ്ട്, ആയിഷമ്മ ബീവി അല്ല, ആയിഷമ്മ ബീവിയുടെ കൈ കൊണ്ടല്ല തടവുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കൊണ്ട് തന്നെ, ആ കൈ കൊണ്ട് തന്നെ അവിടുത്തെ തലയും മുഖവും ശരീരമൊക്കെ ഞാൻ തടവി കൊടുത്തിരുന്നു. അപ്പൊ ഒരിക്കലും മുടങ്ങാതെ വേദനയൊക്കെ ഉള്ള അവസരത്തിലും രോഗിയായ അവസരത്തിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നിർവഹിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ ആയത്തുകൾ ഓതിയിട്ട് അത് ശരീരത്തിലോ മുഖത്തോ ഒക്കെ തടവുക എന്നുള്ളത് ഈ ഒരു ഹദീസിലല്ലാതെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഓതിയിട്ട് ഊതലും അത് തടവലും ഒക്കെ നമുക്ക് സ്ഥിരപ്പെട്ടു വന്നത് എപ്പോഴാണ്? ഈ ഉറങ്ങാൻ നേരത്തുള്ള ഈ 3 അധ്യായങ്ങൾ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തടവിയതുപോലെ മുൻഭാഗം തടവുക, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ബാക്ക് ഭാഗം എങ്ങനെയൊക്കെ നമുക്ക് കൈ എത്തുന്ന രൂപത്തിലൊക്കെ നമുക്ക് തടവാം. അതിലൂടെയൊക്കെ നമുക്കൊരു മാനസികമായിട്ടൊരു വല്ലാത്തൊരു സന്തോഷം വരാനുണ്ട്, മനസ്സിനൊരു വല്ലാത്ത ധൈര്യം വരാനുണ്ട്. നമ്മളെ ഏൽപ്പിക്കുന്നത് ആരെയാണ്? റഹ്മാനായ റബ്ബിനെയാണ്. ആ അധ്യായങ്ങളുടെയൊക്കെ മഹത്വമൊക്കെ ഓർത്തുകൊണ്ട് നമ്മളിത് എല്ലാ ദിവസവും 3 തവണ
ഇത് നമ്മൾ നിർവഹിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. ഈ ആയത്തുകളിലൊക്കെ അടങ്ങിയിട്ടുള്ള കാവൽ തേട്ടം എല്ലാ നിലക്കുമുള്ള ഷെറുകളിൽ നിന്ന്, കണ്ണേറിന്റെ ഷെറ്, നമുക്ക് അസൂയാലുക്കൾ വരുത്തി വെക്കുന്ന ഫിത്തനകളുടെ ഷെറ്, അസൂയാലുക്കളുടെ അസൂയ മുഖേന, അതുപോലെ തന്നെ കെട്ടുകളിട്ട് മന്ത്രിക്കുന്ന സാഹിറുകള്, മാരണക്കാര്, കൂടോത്രക്കാര്, അങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമുക്കെതിരെ ആരൊക്കെ തിരിയുന്നുവോ, പൈശാചികമായ ദുർബോധനങ്ങള്, പിശാചിന്റെ മറ്റ് വിളയാട്ടങ്ങള്, എല്ലാത്തിൽ നിന്നും കാവലാണല്ലോ ഈ അധ്യായങ്ങൾ. അതുകൊണ്ട് തന്നെ മറക്കാതെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഞാൻ ഈ 3 സൂറത്തുകളുടെയും ആശയങ്ങളെ വിശദീകരിക്കാൻ നിന്നാൽ നമ്മുടെ സമയം നീണ്ടുപോകും. നമുക്കൊക്കെ അറിയാമല്ലോ അവയിലൊക്കെ അടങ്ങിയ ആശയങ്ങൾ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഇത് മുടങ്ങാതെ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ഷഹ്റു റമദാൻ, റമദാൻ മാസം. ആ മാസത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത്. അത് മനുഷ്യർക്കുള്ള മാർഗദർശനത്തിന്റെ ഗ്രന്ഥമാണ്. സത്യവും അസത്യവും വേർതിരിച്ച് നിർണയിക്കുവാനുള്ള മാനദണ്ഡമാണ്. എല്ലാ അർത്ഥത്തിലും മനുഷ്യനുള്ള കാവലാണ് തുടങ്ങിയിട്ടുള്ള മഹത്വങ്ങളൊക്കെ പറയപ്പെട്ട ആ ആയത്ത് തന്നെയും ഉൾക്കൊണ്ടിട്ടുള്ള സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയെയാണ് നമുക്ക് ഇന്ന് ഒരല്പനേരം നമ്മുടെ സംസാരത്തിലൂടെ പരിചയപ്പെടുവാനും പരിചയപ്പെടുത്തുവാനുമുള്ളത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ഒരു അധ്യായം തന്നെയാണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ മഹത്വങ്ങൾ സൂറത്തുൽ ബഖറയെ സംബന്ധിച്ച് ധാരാളം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് വന്ന 2 ആയത്തുകൾ, ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന 2 ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാരെങ്കിലും ആ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ, ഏതെങ്കിലും ഒരു രാത്രിയിൽ അത് പാരായണം ചെയ്താൽ അത് 2ഉം അവന് മതിയാകുന്നതാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ഷെറുകളിൽ നിന്ന് അവൻ ആ 2 ആയത്തുകളും കാവലാണെന്ന വ്യാഖ്യാനവും, അതേപോലെ തന്നെ ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിന് പകരമുള്ള ഖിയാമുൽ ലൈലിന് പകരം നിൽക്കാവുന്ന വിധത്തിലുള്ള അത്രത്തോളം മഹത്വമേറിയതാണ് ആ 2 വചനങ്ങളുടെ പാരായണമെന്നും വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. 2ആയിരുന്നാലും അതിൻ്റെ മഹത്വമാണത് അറിയിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, പ്രത്യേകം മാനലോകത്ത് നിന്നൊരു മലക്ക് സ്പെഷ്യലായി ഇറങ്ങി വന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെയും ഈ 2 ആയത്തുകളുടെയും മഹത്വം പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം എടുത്തു പറഞ്ഞത് ലൻ തഖറ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉഅതീതഹു എന്നാണ്. അതിലെ ഓരോ അക്ഷരങ്ങൾക്കും നിനക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് പ്രത്യേകം മഹത്വങ്ങൾ കിട്ടും എന്നാണ്. ഏത് നിലക്ക് പാരായണം ചെയ്താലും അതിലൊക്കെ പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട്. ആ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലാഹു തആല നൽകാതിരിക്കുകയില്ല. അത്രത്തോളം മഹത്വമേറിയതാണ് ആ 2 വചനങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. മാത്രമല്ല, ഖുർആൻ മൊത്തം ഏത് അധ്യായം പാരായണം ചെയ്യുന്നതും അധികരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് അത് പരലോകത്ത് അതിൻ്റെ ആളുകൾക്ക് റെക്കമെൻഡ് പറയും എന്ന് പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതിൽ തന്നെയും അൽ ബഖറയെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അത് പരലോകത്ത് അൽ ബഖറയും ആലു ഇമ്രാനുമൊക്കെ പരലോകത്ത് 2 മേഘത്തണലുകളായി വരും. മനുഷ്യർക്ക് കാവൽ നൽകുവാൻ, അഥവാ അത് നിത്യജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടന്നിട്ടുള്ള ആളുകൾക്ക് പരലോക കോടതിയുടെ അതികഠിനമായ ഉഷ്ണത്തിൽ നിന്ന്, ചൂടിൽ നിന്ന് ശമനം നൽകുന്ന ആ നിലക്കുള്ള പ്രത്യേകമായ മേഘക്കുടകളായി, അതല്ലെങ്കിൽ ഒരു പറ്റം പക്ഷിക്കൂട്ടങ്ങളായിക്കൊണ്ട് അതവന് തണൽ നൽകുവാൻ വേണ്ടി മഹ്ശറിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, തുഹാജ്ജാനി അൻ സാഹിബിഹിമാ. ആ വചനങ്ങൾ അതേപോലെ തന്നെ പരിശുദ്ധമായ സൂറത്തുൽ ബഖറ, ആ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രത്യേകമായ അധ്യായത്തിലൂടെ അവരുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ആ അധ്യായം പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വാദിക്കുമെന്നും പ്രത്യേകം റെക്കമെൻഡ് പറയുമെന്നും ഈ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ഫഇന്ന അഖ്ദഹാ ബറക, ആ അധ്യായം ആര് പാരായണം ചെയ്യുകയും
അതേപോലെ തന്നെ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുകയും അതിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുകയും അതിൽ പറഞ്ഞ ആ അധ്യായങ്ങളിലുള്ള വിധിവിലക്കുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് പ്രയോഗവൽക്കരിക്കുകയും ചെയ്താൽ അതവന്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അല്ലാഹു അവന് ബറക്കത്ത് നൽകുവാൻ നിമിത്തമാകും. ആരെങ്കിലും അൽ ബഖറയോട് പുറംതിരിഞ്ഞു നിന്നാൽ, അത് പാരായണം ചെയ്യാതെ, അത് പഠിക്കാതെ അലസത കാണിച്ചുകൊണ്ട് അതിൽ പറഞ്ഞ നിയമനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട ഒരാളാണ് ജീവിക്കുന്നതെങ്കിൽ അതവന് തീരാ നഷ്ടമായിരിക്കും. സാഹിറന്മാർക്ക് സിഹിർ ചെയ്യുന്ന, ആ കൂടോത്രം ചെയ്യുന്ന, അതല്ലെങ്കിൽ സിഹിർ ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും സൂറത്തുൽ ബഖറയെ ഭേദിക്കുവാൻ സാധിക്കുകയില്ല എന്നും അത്തരത്തിലുള്ള ആളുകൾക്ക് അത് പാരായണം ചെയ്യാനാവില്ല എന്നും അതേപോലെ തന്നെ മടിയന്മാരായ ആളുകൾക്കും സൂറത്തുൽ ബഖറ കുറച്ച് നീളമുള്ളതല്ലേ എന്ന നിലക്ക് വിരക്തിയും വിരസതയുമാണ് അവരിലും ഉണ്ടാക്കുക എന്നൊക്കെ ആ വചനത്തിനും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളെ പോലെയാക്കരുത്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. വിശിഷ്യ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന ഭവനങ്ങളിൽ നിന്ന് പിശാച് പേടിയോടുകൂടി ഇറങ്ങി വിരണ്ടോടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിലുള്ള ഏറ്റവും മഹത്വമേറിയ ഒരു സൂക്തം ആയത്തുൽ കുർസി, അതിലാണ് അടങ്ങിയിട്ടുള്ളത്. അതും സൂറത്തുൽ ബഖറയുടെ മഹത്വം നമുക്ക് വർദ്ധിതമായ തോതിൽ മനസ്സിലാക്കി തരികയാണ്. ഇനി നമുക്കതിന്റെ ഉള്ളടക്കങ്ങളിലേക്ക് പ്രവേശിച്ചാൽ, തുടക്കം തന്നെയും ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിലക്കുള്ള പ്രയോഗമാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ്. ഇതാ ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥം അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയാണ്, ലാ റൈബ ഫീഹ്, അതിൽ സംശയത്തിനൊന്നും അവകാശമില്ല. അത് സന്മാർഗത്തെ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് സൂക്ഷ്മാലുക്കളായി ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് മാർഗദർശനം നൽകും എന്നുള്ളത് തീർച്ചയാണ് എന്ന്. തീർന്നില്ല, അതിന്റെ ആദ്യ ഭാഗത്ത് ജനങ്ങളെ 3 വിഭാഗമാക്കി തരംതിരിച്ചുകൊണ്ടാണ് അല്ലാഹു തആല വിഷയങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങുന്നത്. ഒന്ന്, ഈ കിതാബ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ശുദ്ധരായ മുഅ്മിനുകൾ. മറ്റൊന്ന്, ഈ കിതാബ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ അതിനെ നിഷേധിക്കുന്ന സത്യനിഷേധികളായ കാഫിറുകൾ. മറ്റൊന്ന്, രണ്ടിന്റെയും ഇടയിൽ തലയും വാലും കാണിച്ചുകൊണ്ട് നീങ്ങുന്ന മുനാഫിക്കുകളായ കപടന്മാരായ ആളുകൾ. 3 തരം ആളുകളുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് എന്നാണ് തുടക്കം തന്നെയും ഓർമ്മപ്പെടുത്തിയത്. മാത്രമല്ല, പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാനവ സമൂഹത്തെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് ഈ ഖുർആൻ എന്തിനു വേണ്ടി ഇറങ്ങി എന്ന പരമമായ ലക്ഷ്യത്തിലേക്കുള്ള വിളിയാളമാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെ പടച്ചവനാരോ, നിങ്ങളുടെ മുൻഗാമികളെ പടച്ചവനാരോ, വാനലോകത്തെ സജ്ജമാക്കിയവനാരോ, ഭുവനലോകത്തെ സജ്ജീകരിച്ചവനാരോ, മഴ വർഷിപ്പിച്ചിരുന്നത് ആരോ, എല്ലാം നിങ്ങൾക്കറിയില്ലേ ഏകനായ റബ്ബാണെന്ന്. ആ യജമാനനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. അവനോടെ നിങ്ങൾ നേർച്ച വഴിപാടുകൾ അവന് വേണ്ടി മാത്രമേ നിർവഹിക്കാവൂ. ഇബാദത്തിന്റെ സർവ്വതലങ്ങളും ഏകനായ അല്ലാഹുവിലേക്ക് മാത്രമേ നിങ്ങൾ തിരിക്കാവൂ എന്ന ശക്തമായ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. പിന്നീട് അങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ മാനവ സമൂഹത്തിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ കാര്യം, ആ സമയത്ത് മലക്കുകളുമായി നടന്നിട്ടുള്ള ചില സംഭാഷണങ്ങളുടെ ചുരുക്കങ്ങൾ. പിന്നീട് നമുക്ക് കാണുന്നത് ആദം അലൈഹിസ്സലാം എന്ന മാനവ സമൂഹത്തിന്റെ ഉപ്പയായ പിതാവിനെ ഇവിടെ ഇതാ മനുഷ്യരെ, ഇതാ ഒരു സമൂഹത്തിന്റെ ശേഷം പിന്നീട് വരുന്ന തലമുറകളുടെ നേതാവാക്കിക്കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്നു എന്ന കാര്യം. പിശാച് മാനവ സമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ നടത്തിയ കുതന്ത്രങ്ങളുടെ ചരിത്രം അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേൽ സമൂഹം, ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾക്ക് ധാരാളക്കണക്കിന് നിഅമത്തുകൾ അല്ലാഹു കൊടുത്തിട്ടും ആ നിഅമത്തുകളോട് പുറംതിരിഞ്ഞു നിന്നപ്പോൾ അവർക്കുണ്ടായ കനത്ത പരീക്ഷണങ്ങളും കെടുതികളും ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നുണ്ട്.
തൗഹീദിന്റെ ഏറ്റവും വലിയ പിതാവായി അറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, അദ്ദേഹം മകനോടൊപ്പം കഅബ നിർമ്മാണം പൂർത്തിയാക്കിയ ചരിത്രം, തന്റെ മക്കളോട് മക്കളെ വളർത്തുന്നതിന്റെ ഭാഗമെന്നോണം മക്കൾക്ക് ദീനിയായ കാര്യങ്ങൾ വസിയ്യത്ത് കൊടുത്തത് യാക്കൂബ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് യാക്കൂബ് അലൈഹിസ്സലാമും തന്റെ മക്കൾക്ക് മരണനേരത്ത് നൽകിയ വസിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ഇതേ അധ്യായത്തിലാണ് വന്നിട്ടുള്ളത്. തീർന്നില്ല. ശർഈയായ ഒട്ടേറെ വിധിവിലക്കുകൾ അത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സദഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അധ്യായത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കടം വാങ്ങിയാൽ കൊടുക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും, അതേപോലെ തന്നെ പണയ വസ്തുവിന്റെയും പണയം വെക്കുന്നതിന്റെയും നിയമങ്ങളെ പരാമർശിക്കുന്ന കാര്യങ്ങളും ഇതേ അധ്യായത്തിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യമർഹിക്കുന്ന വിവിധ മേഖലകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ ഇദ്ദയിരിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതേ അധ്യായത്തിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഈ ലോകത്ത് വെച്ച് തന്നെയും മരണപ്പെട്ടവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഉദാഹരണങ്ങൾ ഈ അധ്യായത്തിലാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ എത്ര വലിയ ശക്തന്മാര് ലോകത്തുണ്ടെങ്കിലും കൊച്ചു കൊച്ചു സംഘങ്ങൾ ആ ശക്തന്മാരെയൊക്കെ മലർത്തിയടിക്കാൻ ഈമാനികമായ ദാർഢ്യതയുണ്ടെങ്കിൽ സാധ്യമാകുമെന്ന കനത്ത പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ത്വാലൂത്തിന്റെയും ജാലൂത്തിന്റെയും കഥ ഈ അധ്യായമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ വലിയ ഭരണാധികാരിയാണ്, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞാനാണ് പടച്ചവനെന്നൊക്കെ അവകാശപ്പെട്ട നമ്രൂദ് എന്ന് പറയുന്ന രാജാവിനെ കൃത്യവും വ്യക്തവുമായ നിലക്ക് തൗഹീദിന്റെ ബാലപാഠങ്ങൾ കൊണ്ട് മുട്ടുകുത്തിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജേതാവായ ചരിത്രവും ഈ അധ്യായത്തിലാണ് പറയപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ പരിശുദ്ധമായ റമദാനിലാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തെറ്റുകൾ സംഭവിക്കാൻ മനുഷ്യരാണ്. തെറ്റുകൾ വന്നുപോയാൽ ആ തെറ്റുകളിൽ അടിയുറച്ചു നിൽക്കാൻ പാടില്ലെന്ന സന്ദേശം, ഉടനടി പശ്ചാത്തപിക്കുന്നവരാണ് ഉന്നതരാവുക എന്ന സന്ദേശം ആദം അലൈഹിസ്സലാമിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ട ഉടനെ ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതെ എത്രയും വേഗം പശ്ചാത്തപിച്ചത് കാരണത്താലാണ് ആദം അലൈഹിസ്സലാം അത്യുന്നതമായ പദവിയിലേക്ക് എത്തിയത്. അതേ അവസരത്തിൽ ഞാൻ എന്തിനു പശ്ചാത്തപിക്കണം, ഞാനല്ലേ വലിയവൻ എന്ന കിബറും മഹന്തയും ആ വിധത്തിലുള്ള മോശപ്പെട്ട ചിന്താഗതിയും ഉണ്ടായ അസൂയാലുവായ ഇബ്ലീസ് അഭിശപ്തനായി മാറാൻ കാരണം അവൻ റബ്ബിനോട് പശ്ചാത്തപിച്ചില്ല എന്നതുമാണ് എന്ന കാര്യവും ഈ അധ്യായം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. തീർന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന മതമാണെന്നും ആരെയും ഇതിലേക്ക് നിർബന്ധിച്ച് ബലം പിടിപ്പിച്ച് കൊണ്ടുവരുന്ന ഏർപ്പാടില്ല എന്നും, അതുകൊണ്ട് തന്നെ സത്യവും അസത്യവും വ്യക്തമാക്കി തരുന്ന ഗ്രന്ഥമാണിത്. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ വിശ്വസിക്കാതിരിക്കട്ടെ. പക്ഷേ പരലോക കോടതിയിൽ രക്ഷയുണ്ടാവില്ല വിശ്വസിച്ചവർക്ക് എന്ന് പറയുന്ന ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ് എന്ന് പറയുന്ന ഭാഗം ഈ അധ്യായത്തിലാണ് അല്ലാഹു കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇസ്ലാമൊക്കെ അനുസരിച്ച് ജീവിക്കുക, അതൊക്കെ പെടാപ്പാടല്ലേ എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അല്ല, ഇസ്ലാം എളുപ്പമാണ്, അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല എന്ന വ്യക്തമായ പ്രഖ്യാപനം ഈ അധ്യായത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പറയുന്നിടത്താണ് അല്ലാഹു പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്കൊരിക്കലും ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നില്ല എന്ന്. തീർന്നില്ല. മനുഷ്യരോട് അവർക്ക് കഴിയാത്തതല്ല ഒരിക്കലും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല എന്ന പ്രമേയം ഈ അധ്യായമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ മതം എളുപ്പമാണ്, ഇതിനെ ആരെങ്കിലും പ്രയാസപ്പെടുത്താൻ നിന്നാൽ അവൻ പ്രയാസപ്പെട്ട് തോറ്റുമടങ്ങേണ്ടി വരുമെന്നല്ലാതെ ഇസ്ലാമിന്റെ ലാളിത്യത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന വ്യക്തവും കണിശവുമായ തത്വം ഈ അധ്യായം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിന് മഹത്വങ്ങൾ, ധാരാളക്കണക്കിന് സന്ദേശങ്ങൾ സൂറത്തുൽ ബഖറയിലുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം, അതിലെ ഏറ്റവും വലിയ അധ്യായം
ഖുർആൻ ഇറങ്ങിയ മാസമെന്ന് പറഞ്ഞിട്ടുള്ള ആ സൂറത്ത് നമ്മുടെ ജീവിതത്തിലും പഠിക്കാനും പകർത്താനും ചിന്തിക്കാനും പ്രയോഗവൽക്കരിക്കാനും നമുക്കൊക്കെ സാധ്യമാകട്ടെ, സാധ്യമാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിയ ഹദിയഹു. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹത്വമേറിയ സൂറത്തുൽ ബഖറ ഒട്ടേറെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞിടത്ത് ഇതേ അധ്യായത്തിലാണ് അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ആ ഒരു പോയിന്റിനെതിരെ വിശുദ്ധ ഖുർആൻ സംസാരിച്ചത്. ഇവിടെ പലപ്പോഴും ദമ്പതികൾക്കിടയിൽ പ്രശ്നമുണ്ടാകാറുള്ളത് ഓരോരുത്തരും തനിക്ക് കിട്ടേണ്ട അവകാശത്തെക്കുറിച്ച് മാത്രം വാചാലരാകും, മറ്റൊരാളോട് ചെയ്യേണ്ട കടമകൾ മറക്കുകയും ചെയ്യും. അതിനെ പ്രത്യേകം തച്ചുടക്കുന്ന വചനം വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. നിങ്ങൾക്ക് അവരോടെന്തൊക്കെ കടമയുണ്ടോ, അവർക്ക് നിങ്ങളോടെന്തൊക്കെ കടമകളുണ്ടോ, അതേപോലെ അങ്ങോട്ടും നിങ്ങൾക്ക് കടമകളുണ്ട് എന്ന ഓർമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിന്റെ ഭദ്രത നിലനിൽക്കുന്ന നാഴികക്കല്ല് വളരെ വ്യക്തമായി സ്ഥാപിച്ചത് ഈ അധ്യായത്തിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മനുഷ്യ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത് വിശ്വാസ്യതയാണ്. വിശ്വാസ്യതയെ തകർക്കുന്ന കനത്ത വഞ്ചകന്മാരായി ജീവിക്കുന്ന, കടം വാങ്ങിയാൽ കൊടുക്കാത്ത, ഇടപാടുകളിൽ വഞ്ചന കാണിക്കുന്ന, അമാനത്തുകൾ അത് കൃത്യമായ നിലക്ക് നൽകേണ്ടവർക്ക് നൽകാതെ, സൂക്ഷ്മത പാലിക്കാതെ വഞ്ചന കാണിക്കുന്ന, സാമ്പത്തിക മേഖലയിലെ അച്ചടക്കം എല്ലാ അർത്ഥത്തിലും ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഘനത്ത താക്കീര് നൽകിയതും ഇതേ അധ്യായത്തിലാണ്. അമാനത്ത് ഏറ്റെടുത്തിട്ടുള്ള ഓരോ ആളുകളും അവരവരുടെ അമാനത്തുകളെ സംബന്ധിച്ച് ഗൗരവത്തോടെ അത് പാലിക്കുന്ന മേഖലയിൽ ശ്രദ്ധാലുക്കളാകണമെന്നും ആ വിഷയത്തിൽ ആരെക്കാളും അവൻ ഭയപ്പെടേണ്ടത് യജമാനായ തന്റെ റബ്ബിനെ ആയിരിക്കണം എന്നും ഈ അധ്യായമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ദുആകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നമുക്കൊരുപാട് കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി പറയാനൊന്നും നേരമില്ലെങ്കിൽ ദുആയുടെ എല്ലാം അടങ്ങുന്ന സംക്ഷിപ്ത രൂപത്തെ സംബന്ധിച്ച് ഈ അധ്യായമാണ് പരിചയപ്പെടുത്തി തന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണം, ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം, സർവോപരി നീ ഞങ്ങളെ കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് കാത്തു രക്ഷിച്ചു കൊള്ളണമേ എന്ന് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുഴുവൻ കാര്യങ്ങളും എ മുതൽ സെഡ് വരെ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മോഡൽ ഈ അധ്യായത്തിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ജീവിതത്തിൽ ഏത് നിലക്കും മറവികൾ മനുഷ്യ സഹജമാണ്, അബദ്ധങ്ങൾ സഹജമാണ്. അതേപോലെയുള്ള കാര്യങ്ങളിലൊന്നും റബ്ബേ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ എന്ന് മനമുരുകി തേടുന്ന പ്രത്യേകമായ പ്രാർത്ഥന ഇതേ അധ്യായത്തിലാണുള്ളത്. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ. റബ്ബേ, നീ ഞങ്ങളെ ഒരിക്കലും ഞങ്ങൾ മറന്നുപോയെങ്കിൽ, അബദ്ധം സംഭവിച്ചെങ്കിൽ നീ പിടിച്ച് ശിക്ഷിക്കരുതേ എന്ന് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ അത്തരത്തിലുള്ള ഭാരങ്ങൾ വഹിപ്പിക്കരുതേ എന്ന് മനമുരുകി തേടുന്ന തേട്ടം ഈ അധ്യായത്തിലാണ് അള്ളാഹു വ്യക്തമായി തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സർവോപരി ഇതിൻ്റെ എല്ലാം പരിസമാപ്തി എന്ന നിലക്ക് എന്തിനാണ് നമ്മൾ ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളോട്, അല്ലാ വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളോട്, മുത്തമുസ്തഫ പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളോട് ഇത്രത്തോളം സൂക്ഷ്മത പാലിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് കേവലം ഇവിടെ ജീവിച്ച് മരിക്കാനുള്ളവരല്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള വചനം ഈ അധ്യായത്തിലാണുള്ളത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെടണം. ആ നാളിലാണ് നിങ്ങൾ അല്ലാഹുവിലേക്ക് എല്ലാവരും മടക്കപ്പെടുക. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. അന്ന് ഓരോ വ്യക്തികളും അവർ ചെയ്തിട്ടുള്ള ചെയ്തികൾക്ക് കൃത്യവും വ്യക്തവുമായ നിലക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിനുള്ള പരിപൂർണമായ പ്രതിഫലം അവൻ ആ നാളിൽ നൽകപ്പെടുകയും ചെയ്യും. വഹും ലാ യുളമൂൻ. ഒരു തരിമ്പ് പോലും അല്ലാഹു ആരോടും അനീതി കാണിക്കുകയില്ല.
അക്രമം കാണിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ലോകത്തും വിജയത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുവാൻ ഈ അധ്യായം തന്നെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. കാരണം റബ്ബ് നിങ്ങളോട് അത്രയും സമീപസ്ഥനാണ്. ഈ അധ്യായമാണ് ആ സന്തോഷ വാർത്ത നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നബിയേ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഞാൻ അവർക്ക് ദൂരസ്ഥനല്ല, ഞാൻ വിദൂരയല്ല. ഫഇന്നി ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അവനെ നേർക്കുനേരെ വിളിച്ചോളൂ. അവനോട് നേർക്കുനേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവര് മുനാഫിക്കുകളാണെന്ന് പറയുന്നവർ ലോകത്തെമ്പാടുമുണ്ട്. അത് വകവെക്കേണ്ടതില്ല. റബ്ബാണ് പറയുന്നത്, അവനെ വിളിച്ചോളൂ. അവനെ വിളിച്ചാൽ അവൻ സമീപസ്ഥനാണ്. അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, റബ്ബ് നൽകുന്ന കനത്ത ഏറ്റവും വലിയ ഓഫറാണത്. ഞാൻ കൊടുക്കും, എന്നോട് ചോദിച്ചവന് ഉത്തരം ഞാൻ കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അതിലൊരിക്കലും അമാന്തം കാണിക്കല്ലേ എന്നുള്ള റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ നിർദ്ദേശം, അവന്റെ പ്രത്യേകമായ വസിയത്ത്, അവന്റെ പ്രത്യേകമായ സുവിശേഷം നമുക്ക് പകർന്നു തന്നിരിക്കുന്നതും ഇതേ അധ്യായത്തിലൂടെയാണ്. മഹത്വങ്ങൾ പറഞ്ഞാലും തീരാത്തത്ര, ഉള്ളടക്കങ്ങളെ വിശദീകരിച്ചാലും മാഞ്ഞുപോകാത്തത്ര കനത്ത വിധത്തിലുള്ള മഹത്വങ്ങളും ആശയ വിപുലതയും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് സൂറത്തുൽ ബഖറ. പഠിക്കുക, പകർത്തുക, അന്വേഷിക്കുക. റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ റബ്ബിന്റെ ഗ്രന്ഥത്തോട് നീതി പുലർത്തുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, അത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അതിനോട് കടമ പാലിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങൾ മുഴുവനും അവൻ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരവും നോമ്പും സദഖകളും മറ്റെല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. നിത്യജീവിതത്തിൽ മുടങ്ങാതെ, ഉപേക്ഷ വരുത്താതെ നമ്മളെല്ലാവരും നിർവഹിക്കേണ്ടുന്ന ദുആകളും ദിക്റുകളുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയിൽ പ്രഭാത സമയത്ത്, അതുപോലെ പ്രദോഷ സമയത്തൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദിക്റുകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. ആ കൂട്ടത്തിൽ പ്രഭാത നേരത്ത്, പ്രത്യേകിച്ച് സുബഹി നമസ്കരിച്ച ഉടനെ, സുബഹി നമസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്ന ഒരു ദുആയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ അവരാണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു. എപ്പോൾ? ഇദാ സല്ല സുബ്ഹ ഹീന യുസല്ലിം, സുബഹി നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ അല്ലെങ്കിൽ അതിന്റെ അല്പം ശേഷമായാലും വിരോധമില്ല, ഇപ്രകാരം പറഞ്ഞിരുന്നു: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബാ വഅമലൻ മുതഖബ്ബലാ. വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണതിൽ ചോദിക്കുന്നത്? അല്ലാഹുവേ, ഞാൻ നിന്നോട് യാചിക്കുകയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, യാചിക്കുന്നു, ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്, വറിസ്ഖൻ തയ്യിബാ, ഏറ്റവും വിശിഷ്ടമായ ഹലാലായ ഭക്ഷണം, വഅമലൻ മുതഖബ്ബലാ, നിന്റെ അടുക്കൽ സമ്പൂർണമായി സ്വീകരിക്കപ്പെടുന്ന അമല്, പ്രവർത്തനങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രഭാതത്തിൽ തന്നെ ചോദിക്കുന്നത്. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരു എയിം ഉണ്ടാകണം, ഒരു ലക്ഷ്യബോധമുണ്ടാകണം എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ ദിനവും തുടങ്ങുന്ന അവന്റെ പ്രഭാതത്തിൽ അവനുള്ള ലക്ഷ്യബോധം തന്റെ റബ്ബിന്റെ മുമ്പിൽ അവൻ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതാണ് തന്റെ ലക്ഷ്യം. ഈ മൂന്നിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇൽമുൻ നാഫിയാണ് ആദ്യം ചോദിക്കുന്നത്. നാഫിയായ ഇൽമ്, ഉപകാരപ്രദമായ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? എനിക്കെന്റെ ഇൽമു കൊണ്ട് ഉപകാരം കിട്ടിയാൽ, ഞാൻ എത്ര നല്ല ഇൽമു പഠിച്ചിട്ടും കാര്യമില്ല, എനിക്കതുകൊണ്ട് ഉപകാരം കിട്ടൽ എന്ന് പറഞ്ഞാൽ
ഞാൻ ആ പഠിച്ച ഇൽമനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കലും ശുദ്ധീകരിക്കലും ഞാൻ ആ ഇൽമ് പ്രയോഗരംഗത്ത് വരുത്തലുമാണ്. അതല്ലാത്ത ഇൽമ കൊണ്ടും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവന്നും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എനിക്ക് നാഫിയായ ഇൽമിനെ നീ എനിക്ക് തരേണമേ. നാഫിയായ ഇൽമ കൊണ്ടാണ് ഇവിടെ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ സാധിക്കുക. ഏത് വിഷയത്തിൻ്റെയും സത്യമേത് അസത്യമേത് നേരും നെറിയുമൊക്കെ മനസ്സിലാക്കുവാൻ സാധ്യമാവുക യഥാർത്ഥത്തിലുള്ള അറിവ് മുഖേനയാണ്. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് നാഫിയായ പ്രയോജനപ്രദമായ അറിവ് തരണേ. കാരണം അത് നൽകപ്പെട്ടവരാണ് ഭാഗ്യവാന്മാർ. അത് നൽകപ്പെട്ടവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവിയാണുള്ളത്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. നാഫിയായ ഇൽമു തേടി പോകുന്നവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ചിറക് വിരിച്ചു കൊടുക്കും എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. ആ നിലക്കുള്ള വിജ്ഞാനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാളങ്ങളിലുള്ള കുഞ്ഞുറുമ്പുകൾ വരെ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ പോലും, സർവ്വജീവജാലങ്ങളും ആ മനുഷ്യന് വേണ്ടി റബ്ബിനോട് പാപമോചന തേട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പോലും ഹദീസുകളിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാഫിയായ ഇൽമു കിട്ടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യമാണ്. ആ ജീവിത ലക്ഷ്യം അവനത് ആ പ്രഭാതത്തിൽ തന്നെ റബ്ബിന്റെ മുമ്പിൽ നിരത്തുകയാണ്, കേഴുകയാണ് റബ്ബിനോട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് നീ എനിക്ക് നൽകണമേ എന്ന്. ഉപകാരമില്ലാത്ത അറിവില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് അവിടുന്ന് മറ്റൊരിക്കൽ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഒരു പ്രയോജനവുമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് എനിക്ക് വേണം എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ എന്ന് ചോദിക്കുക. രണ്ടാമത് പറയുന്നത് എന്താണ്? വരിസ്ഖൻ തയ്യിബ, വരിസ്ഖൻ തയ്യിബ, വിശിഷ്ടമായ ഭക്ഷണം തരടേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികളെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം, തയ്യിബായിരിക്കണം. വിശിഷ്ടമായതെന്തും അനുവദിച്ചു തരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. നിഷിദ്ധമായതും ചീത്തയായതുമായ കാര്യങ്ങളെ വിരോധിക്കുവാനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഹലാലായത് മാത്രം, വിശിഷ്ടമായത് മാത്രം എൻ്റെ റിസ്ഖിൽ നീ അനുവദിച്ചു തരേണമേ. ഹറാമായ റിസ്ഖ് ഞാനോ എൻ്റെ മക്കളോ തിന്നാൻ ഇടവരാതെ, ഹറാമായ റിസ്ഖിന് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ വരുമാനത്തിൽ വന്നു ചേരാതെ, തയ്യിബായ വിശിഷ്ടമായ റിസ്ഖ് നൽകിക്കൊണ്ട് നീ എനിക്ക് ആ വിധത്തിലുള്ള തൗഫീഖ് തരേണമേ. കാരണം ഭക്ഷണം ഹലാലല്ലെങ്കിൽ, തയ്യിബായ ഭക്ഷണമല്ല കഴിക്കുന്നതെങ്കിൽ, നമ്മൾ അള്ളാഹുവിനേക്ക് കരം നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും റിജക്റ്റ് ചെയ്യപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന ദുരന്തമാണ് അതുകൊണ്ടുണ്ടാവുക. അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് പോലും ആ ദുആ റബ്ബ് സ്വീകരിക്കൂല. ആരുടേത്? കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമുള്ളവരുടേത്. അപ്പൊ എത്ര ഗൗരവമാണ് ആ പ്രാർത്ഥന. റബ്ബേ, പ്രഭാതത്തിൽ തന്നെ പറയാണ്, മനുഷ്യൻ പ്രഭാതം കഴിഞ്ഞ് പിന്നെ അവന്റെ ജോലിക്കും ഡ്യൂട്ടിക്കൊക്കെ പുറപ്പെടാണ്. റിസ്ഖൻ തയ്യിബ, ഹറാമ് കലരാത്ത തയ്യിബായ ഭക്ഷണം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ തയ്യിബ. മൂന്നാമത് പറയുന്നതോ വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമല്. നമ്മൾ അമല് ചെയ്യുക എന്നതല്ല കാര്യം, ആ അമല് അല്ലാഹ് സ്വീകരിക്കലാണ് കാര്യം. ഇവിടെ ജീവിതവും മരണമൊക്കെ അല്ലാഹ് നിശ്ചയിച്ചത് തന്നെ എന്തിനാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അല്ലാഹ് മരണവും ജീവിതമൊക്കെ നിശ്ചയിച്ച് അതിന്റെ ഇടയിൽ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എന്തിനാ? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ തന്നെയാണ്. അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നല്ല വിധത്തിൽ കർമ്മം ചെയ്യുന്നത്. എന്താണ് അഹ്സനു അമല എന്നുള്ളതിന് ശറഹ് നൽകിയപ്പോൾ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചിടത്ത് പറഞ്ഞു, ഐ അഖ്ലസുഹു വഅസ്വബുഹു, ഇഖ്ലാസോടുകൂടെ ചെയ്യുന്നതേ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ, സവാബായിട്ട് ചെയ്യുന്നതേ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അസ്വബ് എന്ന് പറഞ്ഞാലോ ശരിയായത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അഥവാ മുതാബഅത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പഠിപ്പിച്ചു തന്നതുമായിരിക്കണം. സ്വന്തം പോക്കറ്റെന്ന സൽക്കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ബിദ്അത്ത് ചെയ്യുന്നവന്റെ അമൽ അല്ലാഹു ദൂരേക്ക് വലിച്ചെറിയും. അവന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ട് തന്നെ ഇഖ്ലാസോടെ അമലുകൾ ചെയ്യാൻ, നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച്. അതാ ഇഖ്ലാസ്. മറ്റുള്ളവരെ കാണിക്കാനല്ല, പേര് കിട്ടാനല്ല, പ്രസിദ്ധി കിട്ടാനല്ല, റിയാഇന് വേണ്ടിയല്ല, മറ്റെന്തെങ്കിലും പിന്നിൽ ഭൗതിക ലക്ഷ്യങ്ങളില്ല. ഇഖ്ലാസ് ഉണ്ട് റബ്ബേ ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല, അത്യുന്നതനായ റബ്ബിന്റെ ആ ഒരു പ്രതിഫലത്തെ മാത്രമാണ് മോഹിക്കുന്നത്. രണ്ടാമത്, ആ നിലക്ക് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ റബ്ബേ, ഇവിടെ സമൂഹത്തിൽ ഒരുപാട് പുത്തൻവാദികൾ, ബിദ്അത്ത് ചെയ്യുന്ന കക്ഷികൾ ധാരാളക്കണക്കിന് വിശ്വാസത്തിലും ആചാരത്തിലുമൊക്കെ ഒരുപാട് ബിദ്അത്തുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ ധാരണ അതൊക്കെ നല്ലതാണെന്നാണ്. പക്ഷേ വാസ്തവത്തിൽ അതൊക്കെ വഴികേടുകളാണ്. ആ വഴികേടുകൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്താതെ ഞാൻ ചെയ്യുന്ന അമല് സമ്പൂർണമായും നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ചെയ്യാനും, ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും നിന്റെ പ്രവാചകനിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സുന്നത്തിന്റെ ആ യഥാർത്ഥമായ ഫോളോ ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാനും നീ എന്നെ സഹായിക്കണം. അതുകൊണ്ട് എൻ്റെ അമല് സ്വീകരിക്കപ്പെടുന്ന അമലുകളായിരിക്കണം. തള്ളിക്കളയപ്പെടുന്ന അമലായിട്ട് എന്തുണ്ട് പ്രയോജനം? അതാണ് അള്ളാഹുവിനോട് മൂന്നാമതായി ചോദിക്കുന്നത്. ഈ അർത്ഥങ്ങളൊക്കെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ചില റിപ്പോർട്ടുകളിൽ ക്രമം തെറ്റിക്കൊണ്ടുമുള്ള റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ തയ്യിബ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പദങ്ങൾ മാറിക്കൊണ്ട് ക്രമം തെറ്റിയിട്ടുള്ള റിവായത്തുകളും ഉണ്ട്. ഏതായാലും ഈ വിധത്തിൽ നമ്മളിത് നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.